അപ്പോസ്തലനായ പൗലോസ് അവസാനം നിര്യാണകാലം എടുത്തപ്പോ താൻ പറഞ്ഞത് എൻ്റെ ഓട്ടം ഞാൻ തികച്ചു എന്നാണ്. എൻ്റെ ഓട്ടം അതൊരു സാധാരണ ഒരളവിലല്ല പൗലോസ് അത് പറഞ്ഞത്. മറ്റൊരു ഭാഗത്ത് പറയുന്നു, ഞാൻ പിടിച്ചു എന്നല്ല, തമിഴിൽ പ്രാപിച്ചു എന്നല്ല, പിടിത്തേനെന്നല്ല, തുടരുകരെ, പിടിക്കാൻ വേണ്ടി ഞാൻ പ്രയാസപ്പെടുകയാണ്. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അപ്പോസ്തലനായ പൗലോസിന് അത് അവളോ സ്ട്രെയിൻ ആണെങ്കിൽ സാധാരണ വിശ്വാസികൾ നമ്മൾ എത്രത്തോളം இந்த ഉലകത്തിലെ വിശ്വാസ യാത്രയിൽ ഗൗനമായി മുന്നോട്ട് ചെയ്യണം. ഭയപ്പെടാൻ വേണ്ടിയല്ല, ഭാരപ്പെടാൻ വേണ്ടിയല്ല. ലോകത്തെ ജയിച്ചവൻ നമ്മുടെ ഉള്ളത്തിനകത്തുണ്ട്. പക്ഷെ ഒരു കാര്യം, ഒരിക്കലായി നമ്മുടെ ഉള്ളത്തിനകത്ത് ദൈവം ഭരമേൽപ്പിച്ച ഒരു വിശ്വാസമുണ്ട്. ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ച ഒരു വിശ്വാസം, അത് അവസാനത്തോളം കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് ഈ ഭൂമിയിൽ നമുക്കൊരു പോരാട്ടമുണ്ട്. അത് വ്യക്തിപരമായ പോരാട്ടമാണ്. നമ്മുടെ വ്യക്തിപരമായ പോരാട്ടത്തെ നമുക്ക് വേണ്ടി വേറെ ആരോ പോരാടിയത് കൊണ്ടായില്ല, നമ്മൾ തന്നെ അതിനെ പോരാടി അതിജീവിക്കണം. പക്ഷെ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുള്ള ഒരു കാര്യം, വീഴാതെ വണ്ണം അവൻ നമ്മളെ സൂക്ഷിക്കും. ഇതുവരെ മരണം വരെയല്ല, മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുന്ന ആ സമയം വരെ തകുതിയുള്ളവരായി ആനന്ദത്തോടെ നിർത്തുന്ന ആ നിമിഷം വരെ സൂക്ഷിപ്പാൻ ശക്തനായ ദൈവം നമ്മുടെ ഉള്ളത്തിനകത്തിരിക്കുമ്പോൾ ഏത് പീഡനം വന്നാലും, ഏത് വെല്ലുവിളി വന്നാലും, ഏത് നിയമങ്ങളെതിരെ കടന്നു വന്നാലും, ഏത് അന്ധകാര ശക്തി വന്നാലും, ഏത് ഭരണങ്ങൾ മാറി മാറി വന്നാലും, ബൈബിൾ ഭാഷയെ പറഞ്ഞാൽ ഈർച്ചവാള് വന്നാലും, സിംഹത്തിന്റെ കുഴി വന്നാലും, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ വന്നാലും നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ആരെ തൊടുവാൻ? ഈ വെളിപ്പാടുള്ള ദൈവ പൈതലിനെ. ഏത് വെളിപ്പാട്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ജീവന്റെ ക്രിസ്തു, ജീവിപ്പിക്കുന്ന ക്രിസ്തു, എന്റെ ഉള്ളത്തിനകത്തിരിക്കുന്ന ബോധ്യം, തിരിച്ചറിവ്, വെളിപ്പാട്, അതിന്റെ പ്രായോഗികതകൾ നിലനിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ തൊടുവാൻ കഴിയത്തില്ല. അതിനെയൊക്കെ നോക്കുമ്പോൾ ഈ സംഘപരിവാർ എന്ന് പറയുന്നത് വെറും എലി പോലുമല്ല. ബൈബിൾ പറയുന്നു, അലറുന്ന സിംഹം പോലെ വരും. ആ വാക്യത്തിൽ സിംഹം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സിംഹം പോലെ വരുന്ന ഒരു എലി എന്നാണ്. ഇന്ന് ദൈവമക്കൾ ഭയപ്പെടുന്നു, പതറുന്നു, ആകുലപ്പെടുന്നു എന്ന് പറയുന്ന വിഷയങ്ങളെക്കാളും അധികം ആകുലപ്പെട്ട് ജീവിച്ച ആദിമ ഭക്തന്മാർ അന്ന് വിശ്വാസത്തോടുകൂടെ നിലനിന്നു എങ്കിൽ നമുക്കതിലും സുലഭമായി, ലളിതമായി ഈ കാലഘട്ടത്തിൽ മുന്നേറുവാൻ കഴിയും. ഭയരഹിതമായി. ഏത് നിയമം മാറി മാറി വന്നാലും നമുക്ക് നമ്മുടെ മേലുള്ളത് ഒരു നിയമം മാത്രമാണ്, ദൈവത്തിന്റെ നിയമം. വാക്ക് പറഞ്ഞവൻ, ഇതോ ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ ഉണ്ട്. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്ന് കണ്ട് നാളെ വാടും. ധാന്യം, ധനം, ലാഭം, കീർത്തി ആ നഷ്ടമാകും. ധാന്യം, ധനം, ലാഭം, കീർത്തി ആ നഷ്ടമാകും. മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിപ്പോ, ദൈവമക്കൾ നമുക്ക് സ്വന്തം ആ സ്വന്ത ദേശം കേവലം ഈ പാരിടമോ.